തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ആരംഭിക്കുന്ന IIPD സംരംഭം ഭിന്നശേഷി മേഖലയിലേക്ക് സർക്കാർ നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനത്തിനായി കാസർഗോഡ് ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി സംരംഭത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. IIPDയുടെ പ്രോജക്ട് ലോഞ്ച് കർമ്മം ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ട്രെയിനിങ് സെന്ററുകൾ ഇവയെല്ലാം ഇവിടെ ഉണ്ടാകും. രാജ്യത്ത് ആദ്യമായാണ് ഇത്രയധികം വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു ഭിന്നശേഷി സംരംഭത്തിന് തുടക്കമാകുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ഒരുപാട് ഉപകാരപ്പെടുന്നതിന് ഒരു സംശയമില്ല. ഇങ്ങനെ ഒരു സ്ഥാപനം എല്ലാം ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഗോപിക്ക് ദൈവം ദീർഘായുസ്സും ആരോഗ്യം എല്ലാം കൊടുക്കാൻ. മലയാള സിനിമയിലെ നമുക്കെല്ലാവർക്കും മറക്കാനാവാത്ത താരം പ്രിയപ്പെട്ട രാഘവൻ സാർ, അദ്ദേഹത്തിന്റെ കുടുംബം, സ്വാമി കൃഷ്ണാനന്ദ ഭാരതി എന്നിവർക്ക് പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ഭിന്നശേഷി മേഖലയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ഗോപിനാഥ് മുതുകാടിന്റെ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പിണറായി വിജയൻ അറിയിച്ചു. സംസ്ഥാനത്തുടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കെട്ടിടങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ, പൊതു ഇടങ്ങൾ എന്നിവ ഭിന്നശേഷി സൌഹൃദമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഭിന്നശേഷി മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്കുള്ള തുക വകയിരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട് നടന്ന ചടങ്ങിൽ ഗായിക KS ചിത്ര IIPD വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു.